എന്റെ വക ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമ്മാനമാണ്. പൊന്നു മക്കളെ, ഇതെന്താന്ന് കണ്ടു. ഇത് നിങ്ങളെ അമ്മച്ചിയാക്കും വാപ്പച്ചിയാക്കും നിങ്ങളെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ്. എല്ലാരും സർപ്രൈസ് ആയിക്കോളെ. പോയോ ഷുഗർ ചെക്കണ മെഷീന്. ഇത് ഇലക്ട്രോണിക് ഖുർആൻ അല്ല, പെൻ ഖുർആൻ അല്ല, അല്ല. എന്താ പറയാ, യുവർ ഹാൻഡ് അതെ, എഴുതാൻ പറ്റിയത്. മനസ്സിലായില്ലേ? കാണും യുവർ ഹാൻഡ് അല്ലാഹ് വേർഡ്സ് ശുക്ർ. നിങ്ങൾ തുറന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കി പറ. നമുക്ക് ഓതണീന്റെ കൂടെ പഠിച്ചോണ്ടിരുന്ന ഏറ്റവും കൂലി കിട്ടുന്ന കാര്യം ഖുർആനാണ്. അതായത് ഇങ്ങക്ക് നിങ്ങൾ കണ്ണട വെക്കണല്ലേ, ഓതണീന്റെ കൂടെ ഇത് എഴുതുകയും കൂടി എഴുതി ഖുർആൻ എഴുതുകയും കൂടി ചെയ്യാം. ഈ പെന്ന് വെച്ച് നിങ്ങൾക്ക് എഴുതാം, ഈ പെന്ന് വെച്ച് നിങ്ങൾക്ക് മായ്ക്കും ചെയ്യാം. തിരുത്തി എഴുതാം. അതാണ് ഇതിന്റെ എന്താ എഴുതിക്കോ. ഓരോ അക്ഷരത്തിന് ഓരോ അറക്കത്തിന് ഒരു പുള്ളിക്ക് വരെ കൂലിയാണ്. അപ്പൊ നിങ്ങള് ഉമ്മച്ചിയാക്കും വേണ്ടപ്പെട്ടവർക്കും ഗിഫ്റ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം അതൊക്കെ ശീലാവും. ഇതുണ്ടടാദ്യമേ. അപ്പോ പിറന്നാൾ സമ്മാനം എനിക്ക് പെരുത്ത് ഇഷ്ടപ്പെട്ടു. ആരാണ് ഇതിന്റെ പിന്നിലെ കരങ്ങൾ? ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ആരടാ ഇത് അയച്ചത്? ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്? സൂറത്തുൽ ഫാത്തിഹന്റെ വേറൊരു പേര് പറയാൻ പറ്റും. ഞാൻ പണ്ട് പഠിച്ചിനി അറബിക് ക്വിസിന്. ഞാൻ ഈ പേനോണ്ട് എഴുതി, ഇനി ഞാനത് മായ്ക്കാണ്. മായ്ക്കുമ്പോ ഇതുകൊണ്ടാണല്ലേ, ഇതുകൊണ്ടല്ലേ അതിനെ കുറിച്ച് അറിയില്ല കേട്ടോ. മായ്ക്കൽ എങ്ങനെയാന്നൊന്നും അപ്പൊ വീണ്ടും എഴുതാം. മനസ്സിലായില്ലേ? അതായത് ഒരാൾ എഴുതി കഴിഞ്ഞാൽ വീണ്ടും വേറൊരാൾക്കും റിപ്പീറ്റ് ചെയ്ത് എഴുതാം. ഇപ്പൊ ആർക്കെങ്കിലൊക്കെ നമുക്ക് നല്ല ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കണമെങ്കിൽ പറ്റിയപ്പം, പ്രത്യേകിച്ച് ഈ പിന്നെ വധു വരന്മാരൊക്കെ ആകുമ്പം അവർക്ക് ഇനിയിപ്പോൾ എന്ത് നമ്മൾ പണ്ടൊക്കെ സ്ത്രീധനത്തിന് പകരമായിട്ട് ഇങ്ങനെ കൊടുത്തിരുന്നു. ഇനിയിപ്പോൾ അതില്ല എങ്കിലും അതിൻ്റെ കൂടെ അഡീഷനായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഗിഫ്റ്റാണ് ഇത്. ചെറുപ്പം വലുപ്പം വയസ്സൻ സ്ത്രീ പുരുഷൻ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു സംഗതിയാണ്. എഴുതുക. അതിന്റെ കൂടെ എന്താ ചെയ്യുമ്പോൾ എഴുതും ഒന്നും കൂടി നമ്മുടെ മനസ്സിലത് പതിയുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത്. കൂട്ടത്തിൽ എഴുതി പഠിക്കുക. ഹാൻഡ് റൈറ്റിംഗും തന്നെ നന്നായിട്ട്. ഇപ്പൊ ഞാൻ ഈ കാലിഗ്രാഫി ഉപയോഗിക്കുന്ന ആളാണ്, എഴുതുന്ന ഒരാൾ കൂടിയാണ്. എന്റെ ചാർട്ട് പേപ്പറിലൊക്കെ ഞാൻ അധ്യാപനായതുകൊണ്ട് തന്നെ ഇങ്ങനെ മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അറബി ആണെങ്കിലും പിന്നെ ഹിന്ദിയൊക്കെ ആണെങ്കിലൊക്കെ നല്ല രീതിയിൽ എഴുതും. അപ്പൊ അങ്ങനെ എഴുതുന്ന ആളുകൾക്കൊക്കെ അവരാ എഴുത്ത് മറന്നു പോകാതിരിക്കാനും ഇതെന്ത് ചെയ്യും, ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തില് നോ ഡൗട്ട്. ഗുഡ് ഇനിഷ്യേറ്റീവ്. അനുവിന്റെ പെണ്ണുങ്ങൾക്ക് ഈച്ചു കൊണ്ടിട്ടുമ്പോ ഒന്ന് ഈച്ചുവിന്റെ പെണ്ണുങ്ങൾക്ക്